അപൂർവ രോഗം SMA ബാധിച്ച് 2 വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുകയാണ്. എറണാകുളം ചെറായി സ്വദേശി സജിത്തിന്റെ മകൻ അഥർവാണ് SMA ടൈപ്പ് 2-ന് ചികിത്സ തേടുന്നത്. 15 കോടി രൂപ വിലയുള്ള ഒറ്റ ഡോസ് മരുന്ന് വിദേശത്തു നിന്ന് എത്തിക്കാനായാൽ കുഞ്ഞിന്റെ ആരോഗ്യം മെച്ചപ്പെടും. രണ്ടു വയസ്സേയുള്ളൂ ആദൂസ് എന്ന അഥർവിന്. വാ നിറയെ സംസാരം, പാട്ടുപാടും, മമ്മൂക്കയെയും ലാലേട്ടനെയും അനുകരിക്കും. ഒറ്റ സങ്കടമേയുള്ളൂ, തന്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ പോലെ നേരെ ഇരിക്കാനോ നടക്കാനോ കഴിയില്ലെന്ന് മാത്രം. ഇപ്പൊ അഥർവിന് അങ്ങനെ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതില് മാറ്റങ്ങളുണ്ട്. എന്നാലും മറ്റുള്ള കുട്ടികളെ പോലെ ഓടി നടക്കാനോ കളിക്കാനോ അവനെ കൊണ്ട് പറ്റുന്നില്ല. 6 മാസമുള്ളപ്പോഴാണ് ആദൂസിന്റെ അസുഖം തിരിച്ചറിയുന്നത്. പേശികളുടെ ശക്തി കുറഞ്ഞു വരുന്ന സ്പൈനൽ മസ്കുലർ അസ്ട്രോഫി ടൈപ്പ് 2. നിലവിൽ തിരുവനന്തപുരത്തെ SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. 6.5 ലക്ഷം രൂപ വില വരുന്ന മരുന്ന് ഓരോ മാസവും സൗജന്യമായി ലഭിക്കുന്നുണ്ട്. 12 വയസ്സുവരെ മരുന്ന് സൗജന്യമാണ്. SMA രോഗികൾക്ക് കൊടുക്കുന്ന ഒറ്റ ഡോസ് മരുന്ന് സോൾജൻസ്മ നൽകാനായാൽ ആദൂസിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ മരുന്നിന് 15 കോടിയിലധികം രൂപ വില വരും. ഇത്രയും വലിയ തുക എങ്ങനെ കണ്ടെത്തുമെന്ന് ഓട്ടോ ഡ്രൈവറായ അച്ഛൻ സജിത്തിനറിയില്ല. സോൾജൻസ്മ എന്ന് പറഞ്ഞൊരു മെഡിസിനാണത്. 15 കോടി രൂപയാണ് ആ ഒരു മെഡിസിന് വില വരുന്നത്. ആ ഒരു മെഡിസിൻ അഥർവിന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റിസ്റ്റിപ്ലാം എന്ന് പറയുന്ന മെഡിസിൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ആ ഒരു മെഡിസിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോണത്. ഹൈബീഡൻ MP-യുടെയും മുൻ മന്ത്രി S. ശർമ്മയുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായത്തോടെ പണം സ്വരൂപിക്കാൻ കരോക്കെ ഗാനമേളയും കേക്ക് ചലഞ്ചും നടത്തി. ഇതുവരെ പിരിഞ്ഞു കിട്ടിയത് 23 ലക്ഷം രൂപ മാത്രം. അത് 15 കോടി തികയുന്ന ദിവസം എണ്ണിക്കഴിയുകയാണ് കുടുംബം. ഇതൊന്നും അറിയാത്ത കുഞ്ഞ് ആദൂസാകട്ടെ അസുഖവിവരം അറിഞ്ഞ് വീട്ടിലെത്തുന്നവരെ പാട്ടുപാടിയും മിമിക്രി കാണിച്ചും രസിപ്പിക്കുന്ന തിരക്കിലുമാണ്. മറ്റെല്ലാ കുഞ്ഞുങ്ങളെയും പോലെ കുഞ്ഞു ആദൂസിനും ഓടിച്ചാടി നടക്കണം. നമ്മൾ നൽകുന്ന 1 രൂപ പോലും അതിനുള്ള ഊർജമാകട്ടെ. ചെറായിൽ നിന്ന് അക്ഷയ കല്യാട്ടിൽ, മനോരമ ന്യൂസ്.